കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ മാറാനായിട്ട് 2 നേരം വെച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 3 ദിവസമായിട്ട് ഇപ്പോൾ 2 നേരം വെച്ചിട്ട് നെബുലൈസേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ശ്വാസം മുട്ടൽ കൂടി. പക്ഷേ അത് ചെയ്തിട്ട് എനിക്ക് തീരെ ശ്വാസം മുട്ടൽ കുറയുന്നില്ല. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇന്ന് വീണ്ടും നമ്മൾ രാവിലെ വന്ന് ഫിസിഷ്യനെ കണ്ടു. അപ്പം മരുന്ന് മാറ്റി തന്നു. എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞിട്ടാണ്. എക്സ്റേയിൽ കുഴപ്പമില്ല, പക്ഷേ മരുന്ന് മാറ്റി തന്നു കേട്ടോ. 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മുടെ ഡെയിലി ഡോസായിട്ടുള്ള ഇഞ്ചക്ഷനും കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പാണിട്ടത്. അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ ഊരണമല്ലോ. ഞാനാണെങ്കിൽ അത് ഒരുമാതിരി ചളുക്കി വെച്ചേക്കുവാണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് ഇടാൻ ഭയങ്കര പാടായിരുന്നു. എൻ്റെ രാവിലത്തെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഡസൻ കണക്കിന് മരുന്നുകളും എടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു റൊട്ടീനായി മാറിയിരിക്കുകയാണ് ഈ ഹോസ്പിറ്റലിൽ വരെ ഇഞ്ചക്ഷൻ എടുക്കുക, മരുന്ന് കഴിക്കുക, ആവി പിടിക്കുക, അങ്ങനെ. ഉറക്കം മാത്രം എനിക്ക് കിട്ടുന്നില്ല, ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. ഉറക്കം പോയിട്ട് ഇപ്പോൾ ഒരു 5 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, കട്ടിൽ കണ്ട ബോധം കിട്ടി ഉറങ്ങുന്നത് ഞാനാണ്. ഇപ്പോൾ എനിക്ക് ഉറക്കം എൻ്റെ 7 അയലത്തോട് വരത്തില്ല. ചുമ്മാ കിടന്നാലും ഉറക്കം വരത്തില്ല. ഒരു പക്ഷേ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടൊന്ന് പേടിച്ച് പിടിച്ചിട്ടൊന്നും ഉറക്കവും വരുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു ഉച്ച ആവാറായപ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം നമ്മുടെ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ആവി പിടിക്കാൻ പോകാം കേട്ടോ. ഞാൻ ഇന്നലെ അല്ലക്കുഞ്ഞിന് തീരെ വയ്യാണ്ട് വന്നു. അവനെയും ആവി പിടിപ്പിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ അവൻ രാവിലെ നല്ല ലേറ്റായിട്ട് എഴുന്നേറ്റ്. അങ്ങനെ പിന്നെ അവനെ 2 വരെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇന്ന് വിട്ടേനെ സ്കൂളിൽ വിട്ട്. അപ്പം ഇന്ന് വിടാൻ പറ്റിയൊന്നുമില്ല. പിന്നെ ഞാൻ തീരുന്ന ആവി പിടിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടെ. ഗൈസ്, അപ്പം ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇപ്പം പിന്നെ അടുത്തൊരു 3 ദിവസത്തേക്ക് 2 നേരം വെച്ചിട്ട് ശ്വാസം മുട്ടലിൻ്റെ ഇത് നെബുലൈസ് ചെയ്യാനുള്ള പേര് പറഞ്ഞു, നെബുലൈസേഷൻ ചെയ്യാനുള്ളത് അടുത്ത 3 ദിവസത്തേക്ക് 2 നേരം വീതമുണ്ട്. അതിപ്പോൾ മരുന്ന് മാറ്റി തന്നു, ഇത് കുറയാത്തതുകൊണ്ട്. ഇന്ന് പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നു. ഇനിയൊരു 2 നേരം കൊണ്ട് ഇഞ്ചക്ഷനുണ്ട്. അത് ഞാൻ ഡ്യൂട്ടിയിൽ കയറണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ കയറും എന്ന് ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല നാളെ എന്താണ് അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ഉറപ്പായിട്ടില്ല, കയറാമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട് ജോലിക്ക് കയറണം. ഇപ്പോൾ ഒരു 1 വീക്ക് ആവാറായി. കുറേ പേര് ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മളെ പേഴ്സണലി അറിയുന്ന ആൾക്കാരെക്കാളും ഒരുപാട് അറിയാത്ത ആൾക്കാർ അയക്കുന്നുണ്ട്. അറിയുന്ന ആൾക്കാർ അയക്കുന്നില്ല എന്നല്ല കേട്ടോ, ചോദിക്കുന്നുണ്ട്, കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സമയം ഒരു സെക്കൻഡ് ആണെങ്കിലും മാറ്റി വെച്ചിട്ട് എന്നോട് എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പം ഇനിയും ഇതൊക്കെ മാറിയിട്ട് പൂർവാധികം ശക്തിയായിട്ട് നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഞാൻ കുറച്ച് പതുക്കെ പറയുന്നത് വെച്ചാൽ എനിക്ക് ലൗഡായിട്ട് സംസാരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പറ്റിയതെന്നുള്ളൊരു ലോങ് വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. ഇന്നൊരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോസ്റ്റ് ചെയ്യാം ഞാൻ. അപ്പോൾ അത്രേ ഉള്ളൂ.